തന്റെ പുതിയ കാർ കഴുകിക്കൊണ്ടിരുന്ന ആളോട് സുഹൃത്ത് ചോദിച്ചു, എന്നാണ് കാർ വാങ്ങിയത്? അയാൾ പറഞ്ഞു, ഇതെന്റെ സഹോദരൻ വാങ്ങിത്തന്നതാണ്. എനിക്കും ഇതുപോലൊരു കാർ ഉണ്ടായിരുന്നെങ്കിലെന്ന് സുഹൃത്ത് ആത്മഗതം പറഞ്ഞു. അത് കേട്ട് അയാൾ പറഞ്ഞു, അങ്ങനെയല്ല ആഗ്രഹിക്കേണ്ടത്. എനിക്കും ഇങ്ങനെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വേണം ചിന്തിക്കാൻ. ഇതെല്ലാം കേട്ടുനിന്ന അയൽക്കാരൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു സഹോദരൻ ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് എൻ്റെ ആഗ്രഹം. ആഗ്രഹങ്ങളുടെ പരിധി മാത്രമല്ല, അവയോടുള്ള സമീപനവും പ്രധാനമാണ്. സ്വന്തം സ്വപ്നങ്ങൾ ഉണ്ടാകണം എന്നതിനർത്ഥം സ്വന്തം കാര്യങ്ങൾക്കായി മാത്രം സ്വപ്നം കാണണം എന്നല്ല. തനിച്ചു ലോകം സൃഷ്ടിച്ചവരൊന്നും തനിക്ക് വേണ്ടി മാത്രമുള്ള ലോകം സൃഷ്ടിച്ചവരായിരുന്നില്ല. പുഴു ശലഭമാകുന്നതും മൊട്ട് പൂവാകുന്നതും സ്വയം പ്രേരിത പ്രവർത്തനമാണെങ്കിലും സ്വാർത്ഥ നിർമ്മിതിയല്ല. സ്വത്വ നിർമ്മാണ പ്രക്രിയയുടെ മറുവശം സാമൂഹിക സമ്പർക്ക നിർമ്മാണമാകണം. ആഗ്രഹങ്ങളുടെ പട്ടികയിൽ സാധന സാമഗ്രികളും സ്ഥാനമാനങ്ങളും മാത്രം ഉൾപ്പെടുത്തുന്നവർക്ക് ആരുടെ ഹൃദയത്തിലാണ് സ്ഥാനമുണ്ടാവുക? സ്വന്തം ആഗ്രഹ സാക്ഷാത്കാരത്തിന് ഉതകും വിധം ആശ്രിതരുടെ ആഗ്രഹങ്ങളെ പാകപ്പെടുത്താനാണ് എല്ലാവർക്കും ഇഷ്ടം. മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നതായി തീരേണ്ടി വരുന്ന മക്കളും നേതാക്കന്മാരെ പ്രീതിപ്പെടുത്താനായി മാത്രം വിളിക്കേണ്ടി വരുന്ന അണികളും അന്യന്റെ ആഗ്രഹങ്ങളുടെ കാര്യസ്ഥന്മാർ മാത്രമാണ്. തങ്ങൾക്ക് ചുറ്റും കണ്ടെത്തുന്ന ഉപഗ്രഹങ്ങളുടെ ഭ്രമണശേഷിയാണ് ഇവരുടെ പേരും പ്രശസ്തിയും. അപരന്റെ ആനുകൂല്യങ്ങളെക്കാൾ അവനവന്റെ അധ്വാനമല്ലേ അഭിമാനവും ആദരവും സൃഷ്ടിക്കുക? നൽകുന്നവരാണ് നേടുന്നത്. പുഞ്ചിരി നൽകുന്നവൻ പുഞ്ചിരി നേടും. സങ്കടപ്പെടുത്തുന്നവരുടെ മുന്നിൽ സങ്കടം വിരുന്നു വരും. ഉള്ളിൽ നിന്ന് നൽകുന്നവർക്കാണ് ഉള്ളതിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. സമ്മാനം വാങ്ങിക്കൊടുക്കാൻ സമ്പത്തും സമൃദ്ധിയും വേണം. സ്വയം സമ്മാനമായി മാറാൻ സന്മനസ് മാത്രം മതി.